ഹോസ്പിറ്റലിൽ എത്തിയോ മഹേഷേ? ആ എത്തി മാഡം, ഞാനിവിടെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞതുപോലെ കയറി അങ്ങ് ഇടപെട്ടോളൂ. മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളൂ. ആ ശരി മാഡം. എന്റെയും ശ്രീലക്ഷ്മിയുടെ ജീവിതം കൂടിയാ നിങ്ങൾ തകർത്തു. നിങ്ങളെ അങ്ങനെ ഞാൻ വിടാൻ പോകുന്നില്ല. മോനെ ഹരീഷ്, നിർത്തടി. അവനെ മോനെന്ന് വിളിക്കാൻ നിനക്കെന്താ അവകാശം? നീ പരമദുഷ്ടയാ. വൈരാഗ്യം ഉണ്ടെന്ന് വെച്ച് വയറ്റി കിടക്കുന്ന പിഞ്ചു കുഞ്ഞിനെയാണോടി കൊല്ലുന്നേ? ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്നുവെച്ച് മനസ്സിൽ പോലും ചിന്തിക്കേണ്ട കാര്യം രാധമ്മയുടെ പേരിൽ നിങ്ങൾ ചുമത്തരുത്. നീ ആരാടി ഇവളെ വക്കാലത്ത് പിടിക്കാൻ? എന്റെ പേരക്കുട്ടിയെ കൊന്നു കളഞ്ഞത് ഇവളാ, ഈ രാധമ്മ. ഇവളെ കൊണ്ട് ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഈ നിൽക്കുന്ന ഒന്നിനെ ഞങ്ങൾ വെറുതെ വിടില്ല. രാധമ്മ അത് ചെയ്തിട്ടില്ല. രാധമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് നിനക്കെങ്ങനെ അറിയാം? നീ ഇവർ ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കണോ? ഹരീഷേ, ശ്രീലക്ഷ്മിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതില് എല്ലാവരും മാനസികമായിട്ട് തകർന്നു നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് അമ്മയുടെ പേരിൽ ഇത്തരം ഒരു ആരോപണം കൊണ്ടുവരല്ലേ? ഓ, രാധമ്മ ഇത്രയും ക്രൂരതയൊന്നും ചെയ്യില്ല. ഓ, എന്നാ പിന്നെ നീ ആയിരിക്കും അത് ചെയ്തത്. ചെയ്തതല്ല,